ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ 5th യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്ററായ പ്രിഫറൻസ് നാഷണൽ എന്ന ഭാഗമാണ്. ഇതുവരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും നമ്മുടെ ചാനലിൽ അപ്ലോഡാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ്. Have you ever shaped your words, your mannerisms, your very self to fit into a place that sees you as different? നിങ്ങൾ നിങ്ങളുടെ വാക്കുകളെ ഷേപ്പ് ചെയ്തിട്ടുണ്ടോ അഥവാ മാറ്റിയിട്ടുണ്ടോ? യുവർ മാനറിസംസ്, നിങ്ങളുടെ പെരുമാറ്റ രീതികൾ, നിങ്ങളുടെ സെൽഫിനെ തന്നെ നിങ്ങൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ? എന്തിന്? ടു ഫിറ്റ് ഇൻ ടു എ പ്ലേസ് ദാറ്റ് സീസ് യു ആസ് ഡിഫറെൻറ്റ്. നിങ്ങളെ വ്യത്യസ്തമായിട്ട് കാണുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ അവിടെ ഫിറ്റാക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ അവിടെ യോജിക്കാൻ വേണ്ടി, നിങ്ങൾ അതിൽ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ സ്വഭാവത്തെ, നിങ്ങളുടെ സെൽഫിനെ നിങ്ങൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ? വാട്ട് ഡസ് ഇറ്റ് മീൻ ടു ബിലോങ് വെൻ ദ വേൾഡ് അറൗണ്ട് യു കോൺസ്റ്റൻ്റ്ലി റിമൈൻഡ്സ് യു ദാറ്റ് യു ഡോണ്ട്? നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങളുടെ ലോകം സ്ഥിരമായിട്ട്, കോൺസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ അവരിൽ പെട്ട ആളല്ല, അഥവാ നിങ്ങളെ അവർ ഉൾക്കൊള്ളുന്നില്ല എന്നവരിങ്ങനെ നിങ്ങളുടെ ചുറ്റുമുള്ള ലോകം നിങ്ങൾ ഓർമ്മപ്പെടുത്തുമ്പോൾ അതെന്താണ് അർത്ഥമാക്കുന്നത്? ലെറ്റ്സ് റീഡ് എ സ്റ്റോറി ബൈ ഫാറ്റു ഡെയം ദാറ്റ് ലൈസ് ബെയർ ദ സ്ട്രഗിൾസ് ഓഫ് ഐഡൻറ്റിറ്റി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് മൈഗ്രേഷൻ. അപ്പോൾ മൈഗ്രേഷനാണ് നമ്മുടെ ഈ ഒരു കഥയിലെ പശ്ചാത്തലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കുടിയേറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ അഥവാ നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ടുണ്ടാകുന്ന സ്ട്രഗിൾസ്, അതിനെയാണ് ഈ ഒരു സ്റ്റോറിയിലൂടെ നമ്മൾക്ക് വരച്ചു കാട്ടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോറി ആരംഭിക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പ്രിഫറൻസ് നാഷണൽ. എന്താണ് പ്രിഫറൻസ് നാഷണൽ എന്ന് പറഞ്ഞാൽ? നമ്മൾ ദേശീയതയ്ക്ക് മുൻഗണന നൽകുക, അഥവാ നമ്മളുടെ സ്വദേശത്തിന് പ്രത്യേക ഒരു പ്രയോറിറ്റി നൽകുക. അതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ ഹെഡ്ലൈൻ. പ്രിഫറൻസ് നാഷണൽ ബൈ ഫാറ്റു ഡെയം. A politically loaded phrase which indicates that certain benefits such as the right to employment and social security should be restricted to nationals only. പ്രിഫറൻസ് നാഷണൽ എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഫ്രേസ് ആണ്. വിച്ച് ഇൻഡിക്കേറ്റ്സ്, അത് സൂചിപ്പിക്കുന്നത് ദാറ്റ് സർട്ടൈൻ ബെനഫിറ്റ്സ്, ചില അഥവാ പ്രത്യേക ബെനഫിറ്റുകൾ, ആനുകൂല്യങ്ങൾ, ഗുണങ്ങൾ, സച്ച് ആസ് ദ റൈറ്റ് ടു എംപ്ലോയ്മെൻറ്റ് ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി. എങ്ങനെയുള്ള ഗുണങ്ങൾ? റൈറ്റ് ടു എംപ്ലോയ്മെൻറ്റ്, തൊഴിലിനുള്ള അവകാശങ്ങളും, അതേപോലെ സോഷ്യൽ സെക്യൂരിറ്റി, സാമൂഹിക സുരക്ഷയും ഒക്കെ ആർക്കാണ്? ഷുഡ് ബി റെസ്ട്രിക്റ്റഡ് ടു നാഷണൽസ് ഓൺലി. അത് സ്വദേശികൾക്ക്, സ്വന്തം രാജ്യക്കാർക്ക്, തദ്ദേശീയർക്ക് മാത്രമേ അലോ ചെയ്യുന്നുള്ളൂ. അഥവാ മൈഗ്രേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ, തൊഴിലിനുള്ള റൈറ്റ്, അതേപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി, ഇതൊക്കെ ഡിനൈ ചെയ്തിരിക്കുന്നു. കുടിയേറ്റക്കാർക്ക്, സ്വന്തം രാജ്യക്കാർക്ക് മാത്രം നൽകുന്ന ഒരു പൊളിറ്റിക്കൽ ഫ്രേസാണ് പ്രിഫറൻസ് നാഷണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റോറിയിൽ വെസ്റ്റേൺ ആഫ്രിക്കയിൽ അഥവാ സെനീഗലീസ് എന്ന് പറയുന്ന ഒരു രാജ്യത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു പെൺകുട്ടി, അവർ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഈ ഒരു സ്റ്റോറിയിൽ വരച്ചു കാട്ടുന്നത്. ദ ലോ ചേഞ്ച്ഡ് വെരി ക്വൈറ്റ്ലി താങ്ക്സ് ടു മിസ്റ്റർ ബോർഡേഴ്സ്. അപ്പോൾ നിയമങ്ങളൊക്കെ സൈലൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് താങ്ക്സ് ടു മിസ്റ്റർ ബോർഡേഴ്സ്. ബോർഡേഴ്സ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല. ഈ ബോർഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അതിർത്തിയിലെ ഓരോ രാജ്യങ്ങൾക്കും അതിർത്തികളുണ്ടാവും. അപ്പോൾ ഈ അതിർത്തി നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കേന്ദ്രങ്ങളെ മൊത്തത്തിൽ ഉൾപ്പെട്ടിട്ട് ഒരു വ്യക്തി എന്ന രീതിയിൽ പറയുകയാണ്, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തെയാണ് ഇവിടെ അങ്ങനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിന് താങ്ക്സ് എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ നന്ദി പറയുന്നത് ഒരു യഥാർത്ഥ ഓണസ്റ്റായിട്ട് പറയുന്ന ഒരു താങ്ക്സ് അല്ല, ഒരുപാട് ബുദ്ധിമുട്ടുകളും ദേഷ്യവും സങ്കടവും ഒക്കെ നിറഞ്ഞിട്ടുള്ളൊരു താങ്ക്സ് ആണത്. Okay, if you are married to a French citizen, it will now take 2 years for you to claim the benefits of citizenship. നിങ്ങൾ ഒരു ഫ്രഞ്ച് സിറ്റിസൺ, ഒരു ഫ്രഞ്ച് പൗരനെ നിങ്ങൾ കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 2 വർഷം എടുക്കും. എന്തിന്? നിങ്ങൾക്ക് അവിടുത്തെ പൗരത്വം കിട്ടാൻ വേണ്ടിയിട്ടും അതിൻ്റെ മറ്റ് ബെനിഫിറ്റൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ 2 വർഷം എടുക്കും. ഓക്കെ, ബൈ ദിസ് ഡിലേ, ഈ ഒരു ലാഗ് കാരണം മിസ്റ്റർ ബോർഡേഴ്സ് ഇസ് റിലൈയിങ് ഓൺ ദ നേച്ചർ ഓഫ് ഹിസ് കൺട്രിമെൻ ടു ബ്രേക്ക് അപ്പ് ദ റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മിസ്റ്റർ ബോർഡറിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു സ്റ്റോറി തുടങ്ങുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റോറി കേൾക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ ഏകദേശം 2 വർഷം എടുക്കും ആളുകൾക്ക് അവരുടെ സിറ്റിസൺഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും അതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ ക്ലെയിം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരുപാട് നേരം എടുക്കുന്നത് കൊണ്ട് തന്നെ ആളുകളൊന്നും അതിന് മുതിരൂല, അത്രയും കാലം കാത്തിരിക്കില്ല എന്നർത്ഥം. അപ്പോൾ എന്താക്കാം, സ്വാഭാവികമായിട്ടും കുടിയേറ്റക്കാരുമായിട്ടുള്ള ഒരു റിലേഷൻ അവിടുത്തെ കൺട്രിമൻ, അവിടുത്തെ രാജ്യക്കാർ, ഫ്രഞ്ചിലെ ആളുകൾ, ഫ്രഞ്ചുകാർ എന്ത് ചെയ്യും? അത് ബ്രേക്കപ്പ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മിസ്റ്റർ ബോർഡർ കാത്തിരിക്കുന്നത് എന്ന് അർത്ഥം. Then, as the ex-wife of a Frenchman, the foreign woman becomes no more than an ex-object. ഓക്കെ, അപ്പോൾ ഒരു ഫ്രഞ്ച് പൗരൻ്റെ എക്സ് വൈഫ്, മുൻ ഭാര്യ എന്നുള്ള നിലക്ക് എന്താണ്? ദ ഫോറിൻ വുമൻ ബിക്കംസ് നോ മോർ ദാൻ ആൻ എക്സ് സബ്ജക്റ്റ്. ഒരു
ഒരു വസ്തു എന്നുള്ള ഒരു പരിഗണന അല്ലാതെ വേറെ അതിൽ കൂടുതലുള്ള പരിഗണനയൊന്നും ലഭിക്കില്ല. അപ്പോൾ അവരിങ്ങനെ എക്സ് ആവുകയും ചെയ്തു, അവർക്ക് വേറെ ആനുകൂല്യങ്ങളോ ബെനഫിറ്റ്സോ സിറ്റിസൺഷിപ്പോ ഒന്നും കിട്ടാനും പോകുന്നില്ല. ആൻഡ് ആസ് വിത്ത് എനി ഒബ്ജക്റ്റ് ഷീ ഹാസ് നോ റൈറ്റ്സ്, നോട്ട് ഈവൻ ദ റൈറ്റ് ടു ഏൺ എൻ ഓണസ്റ്റ് ലിവിങ്. ഒരു വസ്തുവിനെ പോലെയുള്ള ലിവിങ് ആയിരിക്കും പിന്നെ ഉണ്ടാവുക. അവർക്ക് എന്തുണ്ടാവില്ല, റൈറ്റ്സ് ഉണ്ടാവില്ല. അതേപോലെ തന്നെ അറ്റ്ലീസ്റ്റ് അവർക്ക് മാന്യമായിട്ട് ജീവിക്കാൻ പോലും പറ്റില്ല എന്നർത്ഥം. ദേ വോണ്ട് ഗീവ് മീ സിറ്റിസൺഷിപ്പ്. ഇപ്പോൾ ഈ ഒരു പെൺകുട്ടി പറയുകയാണ് അവരെനിക്ക് സിറ്റിസൺഷിപ്പ് നൽകില്ല. വിൽ നോട്ടിൻ്റെ കോൺട്രാക്ട് ഫോമാണ് വോണ്ട്. അപ്പോൾ അവരെനിക്കത് നൽകില്ല. ബട്ട് മൈ സെനീഗലീസ് ക്യാറ്റ് ഹാസ് ഹിസ് പേപ്പേഴ്സ്. പക്ഷേ എൻ്റെ കയ്യിൽ ഒരു സെനീഗലീസ് ക്യാറ്റ് ഉണ്ട്. അത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന സെനീഗൽ എന്ന് പറയുന്ന രാജ്യത്തുള്ള ഈ പെൺകുട്ടി സെനീഗലിലെ സിറ്റിസൺ ആണ്. അപ്പോൾ ആ രാജ്യത്തുള്ള ക്യാറ്റാണ്. അപ്പോൾ ആ ക്യാറ്റിന് എന്തുണ്ട്, പേപ്പറും കാര്യങ്ങളും ഉണ്ട്, പക്ഷേ എനിക്കില്ല. പെർഹാപ്സ് ഇറ്റ്സ് ബിക്കോസ് ഹേഴ്സ് ജിഞ്ചർ. അതാ എന്തുകൊണ്ടാണ്, അവൾ ജിഞ്ചർ ആയതുകൊണ്ട്, ഈ ഒരു ക്യാറ്റ് ജിഞ്ചർ ആയതുകൊണ്ടായിരിക്കാം, അഥവാ ബ്രൈറ്റ് ആയതുകൊണ്ടോ വെളുത്തതായിട്ടോ ആയിരിക്കാം ഇങ്ങനെ അവൾക്ക് പേപ്പറുണ്ട്, പക്ഷെ ആ ഒരു വാല്യൂ പോലും അല്ലെങ്കിൽ അവൾക്ക് കിട്ടുന്ന ബെനഫിറ്റോ പരിഗണന പോലും എനിക്ക് കിട്ടുന്നില്ല. ഞാൻ ചിലപ്പോൾ കറുത്തതായതുകൊണ്ടായിരിക്കാം, അവൾ വെളുത്തത് കൊണ്ടും ആയിരിക്കാം എന്ന് പറയുകയാണ്. ലോസ് ഓൺലി ഗെദർ പേസ് വെൻ ഓർഡിനറി പീപ്പിൾ സ്റ്റാർട്ട് അപ്ലൈങ് ദം. നിയമങ്ങളൊക്കെ നടപ്പിലാക്കുന്നത് സാധാരണ ആളുകൾ വിചാരിക്കുമ്പോഴാണ് അത് നടപ്പിലാകുന്നത്, അഥവാ അത് ശക്തി പ്രാപിക്കുന്നത്. നിയമങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമായില്ല, അത് ആളുകൾ യൂസ് ചെയ്യുമ്പോഴാണ് അത് എന്താകുന്നത്, ശക്തി പ്രാപിക്കുന്നത്. ടെർമൈറ്റ്സ് ക്യാൻ കോസ് ദ കൊളാപ്സ് ഓഫ് ആഫ്രിക്കൻ മഹാഗണി ട്രീസ്. ടെർമൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ചിതലുകൾ എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ചിതലുകൾക്ക് ആഫ്രിക്കൻ മഹാഗണി ട്രീസിനെ, മഹാഗണികളെ വരെ കൊളാപ്സ് ചെയ്യാൻ, തകർക്കാനായിട്ട് സാധിക്കും. ഒരു മരത്തെ സംബന്ധിച്ചിടത്തോളം ചിതലുകൾ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, പക്ഷെ അത് വിചാരിച്ചാൽ ഒരു മഹാഗണിയെ വരെ എന്ത് ചെയ്യാൻ പറ്റും, കൊളാപ്സ് ചെയ്യാനായിട്ട്, തകർക്കാനായിട്ട് പറ്റും. ആൻഡ് ദ സൈസ് ഓഫ് an anthill ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് വർക്കർ ആൻഡ്സ്. അതേപോലെ തന്നെ ഒരു ഉറുമ്പിൻ്റെ കൂടാരം, അത് ഒരുപാട് വർക്കേഴ്സ് ആയിട്ടുള്ള ആൻഡ്സ്, ഒരുപാട് പണിയെടുക്കുന്ന ആൻഡ്സ് വിചാരിച്ചാലേ അതിൻ്റെ രൂപം അല്ലെങ്കിൽ ആ ഒരു ആൻഹില്ല് ഉണ്ടായി വരികയുള്ളൂ. ഇറ്റ് ഈസ് ദ സ്മോൾ എംപ്ലോയേഴ്സ് ഹു മേക്ക് ദ പോളിസി ഓഫ് പ്രിഫറൻസ് നാഷണൽ എഫക്റ്റീവ്. ഇതുപോലെയാണ് ഈ തൊഴിലാളികൾ, ചെറിയ ചെറിയ തൊഴിലാളികൾ ഇങ്ങനെ പോളിസി ഉണ്ടാക്കുന്നതും അതേപോലെ തന്നെ ഈ പ്രിഫറൻസ് നാഷണൽ എന്ന് പറയുന്ന ഒരു ഫ്രേസിനെ എഫക്റ്റീവ് ആക്കുന്നതും. ഓക്കെ, അത് നടപ്പിലാക്കുന്നു, കൂടുതൽ കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കുന്നതും ഇവരാണ്. ഐ വാസ് ലുക്കിംഗ് ഫോർ എ ജോബ് ഇൻ വൺ ഓഫ് ദ ഫ്രീ പേപ്പേഴ്സ് ആൻഡ് കെയിം അക്രോസ് ദിസ് ആഡ്. ഞാൻ ഒരു ദിവസം എന്ത് ചെയ്യായിരുന്നു, ഒരു പേപ്പറിൽ കണ്ടു, ഒരു ആഡ് കണ്ടു, ഒരു ന്യൂസ് പേപ്പറിൽ, അവിടുത്തെ ഒരു ലോക്കൽ പേപ്പറിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്ന സമയത്താണ് എൻ്റെ മൈൻഡിൽ ഈ ഒരു ആഡ് ശ്രദ്ധയിൽ പെടുന്നത്. ലാർജ് ബേക്കറി ഇൻ ദ സിറ്റി സെൻറ്റർ ലുക്കിംഗ് ഫോർ സെയിൽസ് ഗേൾ. ഈ നഗരത്തിലെ ഒരു വലിയ ബേക്കറി ഒരു സെയിൽസ് ഗേളിനെ ആവശ്യമുണ്ട് എന്നുള്ള പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു, അതൊരു ആഡായിരുന്നു. ഡയലക്റ്റ് ഡിസൈറബിൾ, അതിലെ യോഗ്യത എന്ന് പറയുന്നത് അവിടുത്തെ ഭാഷ, അവിടുത്തെ പ്രാദേശിക ഭാഷ നന്നായിട്ട് വശമുണ്ടായിരിക്കണം എന്നുള്ളതായിരുന്നു. ഡയലക്റ്റ് എന്ന് പറഞ്ഞാൽ ഭാഷ കേട്ടോ. പ്ലീസ് കം ടു ദ ഷോപ്പ്, അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഷോപ്പിലേക്ക് വരാം എന്നുള്ളതായിരുന്നു ആ ഒരു ന്യൂസിൽ കണ്ട ആഡ്. I wrote down the address and told a French friend about it on the phone that evening. അപ്പോൾ ഞാൻ ആ ഒരു ആഡിൽ കണ്ട അഡ്രസ്സൊക്കെ എഴുതിയെടുത്തിട്ട് ഇതിനെക്കുറിച്ച് ഞാൻ എൻ്റെ ഫ്രഞ്ച് സുഹൃത്തിനോട് അന്ന് വൈകിട്ട് ഫോണിൽ സംസാരിച്ചു. Are you nuts? She protested. അപ്പോൾ അവൾ എന്നോട് ഇങ്ങനെ ഒരു പ്രതിഷേധാർത്ഥം, നിനക്കെന്താ വട്ടാണോ, Are you mad എന്ന് ചോദിച്ചു. Are you nuts എന്ന് പറഞ്ഞാൽ Are you mad എന്നുള്ള അർത്ഥമാണ്. You could do better than that. നിനക്ക് ഇതിനേക്കാൾ നല്ലൊരു ജോബ് കിട്ടും. I have the same qualifications as you and I am finishing my teacher training. എനിക്കും നിന്നെ പോലെയുള്ള ക്വാളിഫിക്കേഷൻസ് ആണുള്ളത്, നമുക്ക് രണ്ടുപേർക്കും ഒരേപോലെയുള്ള ക്വാളിഫിക്കേഷനാണ്. ഞാനിപ്പോൾ എൻ്റെ ടീച്ചർ ട്രെയിനിങ് ഫിനിഷ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഈ കഥയിലെ നായിക, ഓക്കെ, അപ്പോൾ അവർക്ക് എന്താണ്, ഈ ആഫ്രിക്കൻ വിമണ് നല്ല എഡ്യൂക്കേഷനും നല്ല ക്വാളിഫിക്കേഷൻസും ഉണ്ട്. അപ്പോൾ അവർക്ക് നല്ലൊരു ജോലി തന്നെ കിട്ടും, ഇങ്ങനെ ബേക്കറിയിലൊന്നും സെയിൽസ് ഗേൾ ആയിട്ട് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് അവരുടെ ഫ്രണ്ട് പറയുന്നത്. ഓക്കെ, യു വിൽ ബി ബോർഡ് സെല്ലിംഗ് ബ്രെഡ് ആൻഡ് പാസ്ട്രീസ് ഓൾ ഡേ. അപ്പോൾ ഈ ഫ്രണ്ട് സുഹൃത്ത് തിരിച്ചു പറയുകയാണ്, നിനക്ക് എന്തായാലും നല്ലൊരു ജോലി കിട്ടും, നീ എന്തായിരിക്കും, യു വിൽ ബി ബോർഡ് സെല്ലിംഗ് ബ്രെഡ് ആൻഡ് പാസ്ട്രീസ് ഓൾ ഡേ. എല്ലാ ദിവസവും ഇങ്ങനെ ബ്രെഡും പലഹാരങ്ങളൊക്കെ ഇങ്ങനെ സെല്ല് ചെയ്യുമ്പോൾ നിനക്ക് എന്തായാലും മടുക്കുമെന്ന് പറയുകയാണ്. ഐ വുഡ് ബി ഹാപ്പി ടു ഡു സംതിങ് എൽസ്, ഐ റിപ്ലൈഡ്. അത്തരത്തിൽ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഹാപ്പി ആകും. ഐ റിപ്ലൈഡ്, ഞാൻ മറുപടി നൽകി. മൈ ക്വാളിഫിക്കേഷൻസ് മേ ബി ഫ്രഞ്ച് സ്വീറ്റി. എൻ്റെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഫ്രഞ്ച് ആയിരിക്കാം സ്വീറ്റി, ബട്ട് മൈ ബ്രെയിൻ ഇസ്ൻറ്റ് റെക്കഗ്നൈസ്ഡ് ആസ് സച്ച് ആൻഡ് സോ ഇസ് നോട്ട് അലൗഡ് ടു ഫങ്ഷൻ. പക്ഷേ എൻ്റെ ബ്രെയിൻ എന്തല്ല, അത്തരത്തിൽ ഞാൻ ഫ്രഞ്ചിൽ ക്വാളിഫൈഡ് ആണെന്നുള്ളത് ആരും അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ഫ്രഞ്ചൊന്നും അറിയില്ല എന്ന് തന്നെയാണ് ആളുകൾ ധരിക്കുന്നത്. ആൻഡ് സോ ഇസ് നോട്ട് അലൗഡ് ടു ഫങ്ഷൻ. അതുകൊണ്ട് തന്നെ എന്താണ്, എനിക്കതൊന്നും പ്രവർത്തിപ്പിക്കാനായിട്ട്, ഫങ്ഷൻ ചെയ്യാനായിട്ട് എനിക്ക് അനുവാദമില്ല.
ആൻഡ് ഇൻ ദ മീൻ ടൈം ഐ ഹാവ് ടു ഈറ്റ്. അതിനിടയ്ക്ക് എനിക്ക് ഭക്ഷണമെങ്കിലും കഴിക്കാമല്ലോ. അറ്റ്ലീസ്റ്റ് സെല്ലിങ് ബ്രെഡ് ഐ വോണ്ട് സ്റ്റാപ്പ്. ഞാനിങ്ങനെ ബ്രെഡ് സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വിശപ്പിൽ നിന്നെങ്കിലും രക്ഷ നേടാം. എനിക്ക് വിശക്കില്ലല്ലോ എന്നാണ് പറയുന്നത്. ബട്ട് ദിസ് ഇസ് റിഡിക്യുലസ് ഷീ സെഡ്. അപ്പോൾ അവൾ പറഞ്ഞു, ഇത് പരിഹാസമാകുന്ന ഒന്നാണ്. ഐ എം ഷുവർ യു ക്യാൻ ഫൈൻഡ് സംതിങ് എൽസ്. എനിക്ക് ഉറപ്പുണ്ട് നിനക്ക് നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു ജോബ് കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. ഐ ഹാഡ് ഹേർഡ് സച്ച് കമൻറ്റ്സ് 100 ടൈംസ്. ഞാൻ ഇത്തരത്തിലുള്ള കമൻറ്റ്സ് ഒരുപാട് തവണ, ഒരു 100 തവണയെങ്കിലും ഞാൻ കേട്ടിട്ടുണ്ട്. മൈ ഫ്രഞ്ച് ഫ്രണ്ട്സ് ഹാഡ് നോ അവെയർനെസ് ഓഫ് വാട്ട് ലൈഫ് ഹിയർ വാസ് ലൈക്ക് ഫോർ മീ. എൻ്റെ ഫ്രഞ്ച് സുഹൃത്തുക്കൾക്ക് യാതൊരുവിധ അറിവുമില്ല എന്ത് ജീവിതമാണ് ഇവിടെ എനിക്ക് എന്നുള്ളത്, അഥവാ ഇവിടുത്തെ എൻ്റെ ജീവിതം എങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് അവർക്ക് യാതൊരു ധാരണയുമില്ല. ദ നെക്സ്റ്റ് മോർണിംഗ് ഐ വെൻറ്റ് ടു ദ ബേക്കറി. പിറ്റേ ദിവസം രാവിലെ ഞാൻ ആ പരസ്യത്തിൽ കണ്ടതുപോലെ ബേക്കറിയിലേക്ക് പോയി. അപ്പാർട്ട് ഫ്രം ദ ചോക്ലേറ്റ് കേക്ക്സ് എവറിത്തിങ് വാസ് വൈറ്റ്. ചോക്ലേറ്റ് കേക്കുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം വൈറ്റ് ആയിരുന്നു. ഇവിടെ തന്നെ നമുക്കൊരു കളർ ഡിസ്ക്രിമിനേഷൻ കാണാനായിട്ട് സാധിക്കും. ചോക്ലേറ്റ് ഒരു ബ്രൗൺ കളറായിട്ടാണ് ഉണ്ടാവുക. അത് കറുത്ത വർഗ്ഗക്കാരെയും വൈറ്റ് ആയിട്ടുള്ള ബേക്കറീസിനെ ഉദ്ദേശിക്കുന്നത് വെളുത്ത ആളുകളെയുമാണ്. The boss welcomed me with a German mustache, an Aslas accent and a hat in the colors of the French flag. അപ്പോൾ ഈ കടയിലെ ബോസ് എന്നെ ഒരു ജർമ്മൻ മൊസ്റ്റാഷോട് കൂടിയിട്ട് എന്നെ വെൽക്കം ചെയ്തു. മൊസ്റ്റാഷ് എന്ന് പറഞ്ഞാൽ മീശ. ആൻ അസ്ലാസ് ആക്സെൻറ്റ് ആൻഡ് എ ഹാറ്റ് ഇൻ ദ കളേഴ്സ് ഓഫ് ദ ഫ്രഞ്ച് ഫ്ലാഗ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തലയിൽ ഫ്രഞ്ച് ഫ്ലാഗിലുള്ള ഒരു തൊപ്പിയും അദ്ദേഹം ധരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അസ്ലാസ് ആക്സെൻ്റാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അസ്ലാസ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രാദേശിക ഒരു ആക്സെൻ്റ് ആണ് ഫ്രഞ്ചിൽ. അത് ഫ്രാൻസിലൊരു ഭാഗമാണ് അസ്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു സ്ലാങ് ആണ് അയാൾ സംസാരിക്കുന്നത്. ഫ്രം ദ വേ ഹീ സ്റ്റേർഡ് അറ്റ് മീ ഐ ന്യൂ ഐ ഹാഡ് മേഡ് ഇറ്റ് ത്രൂ ദ ക്വാളിഫയിങ് റൗണ്ട്. അയാൾ എന്നെ തുറിച്ച് നോക്കിയപ്പോൾ ആ നോട്ടത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ക്വാളിഫയിങ് റൗണ്ട് പോലും പാസ്സായിട്ടില്ല എന്നുള്ളത്. ദിസ് മാൻ ഡിഡ്ന്റ് ലൈക്ക് ദ ചോക്ലേറ്റ് ഇൻ ദ ഫ്ലഷ്. ഇയാൾക്ക് എൻ്റെ നിറത്തിലുള്ള ഈ ബ്രൗൺ നിറത്തിലുള്ള ചോക്ലേറ്റ് ഇഷ്ടമല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി, എനിക്ക് തോന്നി. അതായത് ഇവിടെ ഈ ബോസിന് കറുത്ത വർഗ്ഗക്കാരോടുള്ള തൃപ്തികേട് അതാണ് ഇവിടെ കാണിക്കുന്നത്. ഐ ഫോഴ്സ്ഡ് മൈ സെൽഫ് ടു സ്മൈൽ ആൻഡ് സെറ്റ്. ഞാൻ ചിരിക്കാൻ വേണ്ടി എന്നെ നിർബന്ധിച്ചുകൊണ്ട്, അഥവാ ഞാനൊരു നിർബന്ധപൂർവ്വം ചിരിച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, ഹലോ സർ, ഐ ഹാവ് കം ഫോർ ദ ജോബ് യു അഡ്വർടൈസ്ഡ്. ഞാൻ നിങ്ങൾ പരസ്യം ചെയ്തിട്ടുള്ള ആ ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഹി ഷുക്ക് ഹിസ് ഹെഡ് ആൻഡ് സെഡ്. അദ്ദേഹം അവരുടെ തല ആട്ടിയിട്ട് പറഞ്ഞു, ഓ സ്പീക്ക് എ ലിറ്റിൽ അൽസേഷ്യൻ ഡു യു. ഓ നിങ്ങൾക്ക് കുറച്ച് അസ്ലേഷ്യൻ ലാംഗ്വേജ് മനസ്സിലാവും, അങ്ങനെ സംസാരിക്കാൻ അറിയുമോ എന്ന് ചോദിക്കുകയാണ്. ഇറ്റ്സ് ട്രൂ ദാറ്റ് ദ ആഡ് ഹാഡ് സെറ്റ് ഡയലക്ട് ഡിസൈറബിൾ. അപ്പോൾ ആ ഒരു ആഡിൽ കണ്ടതുപോലെ ഡയലക്റ്റ് ഡിസൈറബിൾ എന്ന് ആ ഒരു ആഡിൽ കണ്ടതുപോലെ പ്രാദേശിക ഭാഷ അറിയണമെന്ന് അതിൽ പറഞ്ഞിട്ടുള്ളത് സത്യമാണെന്ന് പറയാം. ബട്ട് ഐ ഹാഡ് കം വിത്ത് മൈ. പക്ഷേ ഞാൻ എൻ്റെ ഡയലക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറയാണ്. റദർ ദാൻ ഹിസ്. അദ്ദേഹത്തിൻ്റെതിന് പകരം ഞാൻ എനിക്കറിയാവുന്ന ഡയലക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവർക്ക് ഫ്രഞ്ച് സംസാരിക്കാൻ അറിയാം, പക്ഷേ ആക്സെൻറ്റ് അസ്ലേഷൻ അല്ല. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. നൗ ഹി വാസ് ആസ്കിങ് മീ ടു കണക്ട് വിത്ത് ഹിസ് ക്ലയൻറ്റ്സ് ഇൻ അസ്ലേഷ്യൻ. അപ്പോൾ അവരെന്നോട് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്ലയൻസിനെ അസ്ലേഷ്യൻ ഭാഷയിൽ കണക്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. ക്ലയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, അവിടെ വരുന്ന കസ്റ്റമേഴ്സ്. സോ ഐ ഗേവ് ഹിം ദ റിപ്ലൈ ഹി വാസ് അക്സെപ്റ്റിംഗ് ആൻഡ് ഹോപ്പിംഗ് ഫോർ നോ സർ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അയാൾക്ക് ആ മറുപടി കൊടുത്തു. അയാൾ പ്രതീക്ഷിച്ച, ഞാൻ പറയാൻ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു മറുപടി ഞാൻ കൊടുത്തു. നോ സർ, കഴിയില്ല, ഇല്ല എന്ന് പറഞ്ഞു. അതായത് ഇയാൾക്ക് എന്തായാലും ഈ ഒരു സ്ത്രീക്ക് ജോലി കൊടുക്കാൻ താല്പര്യമില്ല. കാരണം എന്താണ്, അവർ ബ്ലാക്കാണ്, കറുത്തതാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അവരൊരു കാരണമായിട്ട് പറയാണ് അസ്ലേഷ്യൻ ആക്സെൻറ്റ് നിങ്ങൾ സ്പീക്ക് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഈ ഒരു വിമന് ആ ഒരു ആക്സെൻറ്റ് അറിയുമുണ്ടായിരുന്നില്ല. അവർക്ക് ഫ്രഞ്ച് സംസാരിക്കാൻ അറിയാം, പക്ഷേ അസ്ലേഷ്യൻ ആക്സെൻറ്റ് ആയിരുന്നില്ല അത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഈ ഒരു ജോലി നിഷേധിക്കുക. ഐ കുഡ് സീ ദ റിഫ്യൂസൽ ഇൻ ഹിസ് മഡി കളേർഡ് ഐസ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ കലങ്ങിയ കണ്ണുകളിലുള്ള നിഷേധം കാണാമായിരുന്നു. ആസ് ഇഫ് ടു ബോത്ത് ജസ്റ്റിഫൈ ദാറ്റ് റിഫ്യൂസൽ ആൻഡ് ഹ്യൂമിലിയേറ്റ് മീ ഹി സെഡ്. ഈ ഒരു കാരണത്തെ, അസ്ലേഷ്യൻ ആക്സെൻറ്റ് എനിക്കറിയില്ല എന്നുള്ളൊരു കാരണത്തെ അദ്ദേഹത്തിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടും എന്നെ അപമാനപ്പെടുത്താൻ വേണ്ടിയിട്ടും, ഹ്യൂമിലിയേറ്റ് എന്ന് പറഞ്ഞാൽ അപമാനപ്പെടുത്തുക, ഹി സെഡ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വൈ ഡോണ്ട് യു ഗോ ആൻഡ് വർക്ക് ഇൻ യുവർ ഓൺ കൺട്രി. നീ എന്തുകൊണ്ടാണ് നിൻ്റെ രാജ്യത്ത് പോയിട്ട് അവിടെ വർക്ക് ചെയ്യാത്തതെന്ന് ചോദിച്ചു. ഇൻറ്റേർണലി ഐ ലെറ്റ് ലൂസ് യു ഓട്ട് ടു ബി ആസ്കിങ് മീ വൈ ഐ ഈവൻ വാണ്ട് യു സ്റ്റിങ്കിങ് ജോബ്. അപ്പോൾ ഇൻറ്റേർണലി ഞാനങ്ങനെ മനസ്സിൽ വിചാരിച്ചു, യു ഓട്ട് ടു ബി ആസ്കിങ് മീ, നിങ്ങൾ എന്നോട് ചോദിക്കേണ്ടിയിരുന്നത് വൈ ഈവൻ വാണ്ട് യുവർ സ്റ്റിങ്കിങ് ജോബ്. എനിക്ക് എന്തുകൊണ്ടാണ് നിങ്ങളുടെ സ്റ്റിങ്കിങ് ജോബ്, ഈ വൃത്തികെട്ട മോശമായ ജോലി എനിക്ക് എന്തുകൊണ്ടാണ് ആവശ്യമില്ലാത്തത് എന്നായിരുന്നു നിങ്ങൾ എന്നോട് ചോദിക്കേണ്ടിയിരുന്നത് എന്ന് ഞാൻ മനസ്സിൽ കരുതി. ഗുഡ് ബൈ സർ,
You have impoverished our African soil by making us grow sugarcane and peanuts for your people. അപ്പോൾ ഇവർ പറയാണ്, ഗുഡ് ബൈ സർ, യു ഹാവ് ഇംപവറിഷ്ഡ് അവർ ആഫ്രിക്കൻ സോയിൽ. നിങ്ങൾ ഞങ്ങളുടെ ആഫ്രിക്കൻ മണ്ണിനെ ദരിദ്രമാക്കി. ഇംപവറിഷ് എന്ന് പറഞ്ഞാൽ പട്ടിണിയിലാക്കി, ദാരിദ്ര്യത്തിലാക്കി. ബൈ മേക്കിംഗ് അസ് ഗ്രോ ഷുഗർകെയിൻ ആൻഡ് പീനട്സ് ഫോർ യുവർ പീപ്പിൾ. നിങ്ങളുടെ ആളുകൾക്ക് വേണ്ടി, നിങ്ങളുടെ ആളുകൾക്ക് ഷുഗർ കെയിൻ, കരിമ്പും പീനട്സ്, നിലക്കടലൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ആഫ്രിക്കൻ മണ്ണിനെ നിങ്ങൾ ദരിദ്രത്തിലാക്കി. യു ഹാവ് പ്ലണ്ടേർഡ് അവർ റിസോഴ്സസ് ടു എൻറിച്ച് യുവർ ഓൺ കൺട്രി അറ്റ് അവർ എക്സ്പെൻസ്. യു ഹാവ് പ്ലണ്ടേർഡ്, നിങ്ങൾ കൊള്ളയടിച്ചു, അവർ റിസോഴ്സസ്, ഞങ്ങളുടെ വിഭവങ്ങളെ, ടു എൻറിച്ച് യുവർ കൺട്രി, നിങ്ങളുടെ രാജ്യത്തെ സമ്പന്നമാക്കാൻ വേണ്ടിയിട്ട്, അറ്റ് അവർ എക്സ്പെൻസ്, ഞങ്ങളുടെ ചിലവിൽ നിങ്ങളുടെ രാജ്യത്തെ സമ്പന്നമാക്കാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ റിസോഴ്സുകളെ എന്ത് ചെയ്തു? പ്ലണ്ടർ ചെയ്തു, കൊള്ളയടിച്ചു. ആൻഡ് ടു ടോപ്പ് ഇറ്റ് ഓൾ ഓഫ്, യു ഹാവ് യൂസ്ഡ് മൈ പീപ്പിൾ ആസ് കനറ്റ് ഫോർഡർ ഇൻ യുവർ വാർ. ഇതിലൊക്കെ ഉപരിയായിട്ട് യു ഹാവ് യൂസ്ഡ് മൈ പീപ്പിൾ ആസ് കനറ്റ് ഫോർഡർ ഇൻ യുവർ വാർ. നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളുടെ യുദ്ധത്തിൽ ഞങ്ങളുടെ ആളുകളെ കനറ്റ് ഫോർഡറായിട്ട് യൂസ് ചെയ്തു, അഥവാ പീരങ്കിക്ക് ഭക്ഷണമായിട്ട്, പീരങ്കിക്ക് ഇരയായിട്ട് ഞങ്ങളുടെ ആളുകളെ നിങ്ങൾ യൂസ് ചെയ്തു. എ വാർ ഇൻ വിച്ച് യു മെയ്ഡ് ദം കിൽ ഇൻ ദ നെയിം ഓഫ് എ ഫ്രീഡം യു റിഫ്യൂസ് ദം ഇൻ ദിയർ ഓൺ ആഫ്രിക്കൻ സോയിൽ. അവരുടെ സ്വന്തം ആഫ്രിക്കൻ മണ്ണിൽ നിങ്ങൾ അവർക്ക് നിഷേധിച്ച ഫ്രീഡത്തിൻ്റെ പേരിൽ നിങ്ങൾ അവരെ കൊന്നുകളഞ്ഞു. സ്റ്റിൽ വിത്തൗട്ട് വർക്ക് 3 days later, I started looking through the free paper again. അങ്ങനെ ജോലിയൊന്നുമില്ലാത്ത 3 ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും പേപ്പർ നോക്കാൻ ആരംഭിച്ചു. A new ad caught my eye. അപ്പോൾ ഒരു പുതിയൊരു ആഡ് ഞാൻ ഈ ന്യൂസ് പേപ്പറിൽ കണ്ടു. ട്യൂട്ടർ റിക്വയർഡ് ഫോർ ഫ്രഞ്ച് ലെസൺസ്. ഫ്രഞ്ച് ലെസൺസിന്, ഫ്രഞ്ച് പഠിപ്പിക്കാനായിട്ട് ഒരു ട്യൂട്ടറെ ആവശ്യമുണ്ട്. ഡിഗ്രി എസെൻഷ്യൽ, ഡിഗ്രി അത്യാവശ്യമാണ്, അനിവാര്യമാണ്. കോൾ ആഫ്റ്റർ 7 PM. 7 PM ശേഷം വിളിക്കുക എന്നായിരുന്നു ആ ഒരു ആഡിൽ ഉണ്ടായിരുന്നത്. ഐ ടുക്ക് ഡൗൺ ദ നമ്പർ. ഞാൻ അതിലെ നമ്പറൊക്കെ എഴുതിയെടുത്തു. ബട്ട് ദിസ് ടൈം ഡിഡൻറ്റ് മെൻഷൻ ഇറ്റ് ടു മൈ ഫ്രണ്ട്. ഈ തവണ ഞാൻ ഈ കാര്യം എൻ്റെ ഫ്രണ്ടുമായിട്ട് ഡിസ്കസ് ചെയ്തില്ല. അപ്പോൾ മുമ്പ് ബേക്കറിയിൽ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ആഡിനെ കുറിച്ച് ഫ്രഞ്ചിലെ സുഹൃത്തുമായിട്ട് സംസാരിച്ചിരുന്നു, പക്ഷേ ഇത്തവണ ഞാനിത് അവളുമായിട്ട് ഡിസ്കസ് ചെയ്തില്ല. ഷി വുഡ് ഹാവ് ആസ്ക്ഡ് മീ ഹൗ ഇറ്റ് ഹാഡ് ഗോൺ അറ്റ് ദ ബേക്കറി ആൻഡ് വുഡൻറ്റ് ഹാവ് ബിലീവ്ഡ് ദാറ്റ് ഐ ടോൾഡ് ഹർ. അവൾ എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു എങ്ങനെ പോകുന്നു ബേക്കറിയിലെ കാര്യങ്ങളൊക്കെ എന്ന് എന്നോട് അവൾ ചോദിക്കാറുണ്ടായിരുന്നു. ആൻഡ് വുഡൻ ഹാവ് ബിലീവ്ഡ് വാട്ട് ഐ ടോൾഡ് ഹർ. പക്ഷെ ഞാൻ അവളോട് പറയുന്നതൊന്നും അവൾ വിശ്വസിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ അവസ്ഥകളുണ്ടെന്ന് പറഞ്ഞാലൊന്നും ആ ഒരു ഫ്രണ്ട് വിശ്വസിക്കില്ല. എന്നിട്ട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു, എൻ്റെ ബേക്കറിയിലെ അവസ്ഥകളെക്കുറിച്ചൊക്കെ ചോദിക്കുമായിരുന്നു. അറ്റ് 7:10 PM ഐ റാങ്ക് ദ നമ്പർ, എ വുമൻ ആൻസേർഡ്. അങ്ങനെ ഒരു 7:10 ശേഷം ഞാൻ എന്ത് ചെയ്തു? ഫോൺ ഡയൽ ചെയ്തു. എന്നിട്ട് ഒരു വിമനാണ് കോൾ അറ്റൻഡ് ചെയ്തത്. ഷി ടോൾ മീ ഷീ വാസ് എ കാഷ്യർ അറ്റ് വൺ ഓഫ് ദ ബിഗ് സ്ട്രാസ്ബർഗ് സൂപ്പർ മാർക്കറ്റ്സ്. അപ്പോൾ സ്ട്രാസ്ബർഗ് നഗരത്തിലെ വലിയ ഒരു സൂപ്പർ മാർക്കറ്റിലെ കേഷ്യറാണ് താനെന്ന് അവൾ എന്നോട് പറഞ്ഞു. ഷി വാസ് ലുക്കിംഗ് ഫോർ സമ്മൺ ടു ട്യൂട്ടർ ഹർ 11-year-old ഡോട്ടർ. അവൾ അവളുടെ 11 വയസ്സുള്ള മകൾക്ക് വേണ്ടിയിട്ട് ഒരു ട്യൂട്ടറെ അന്വേഷിക്കുകയാണ് എന്നവൾ എന്നോട് പറഞ്ഞു. ഷി സജസ്റ്റഡ് മീറ്റിംഗ് ദ ഫോളോയിങ് ആഫ്റ്റർനൂൺ ഇൻ എ സിറ്റി സെൻറ്റർ കഫേ. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, നമുക്ക് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ശേഷം ഒരു സിറ്റി കഫേയിൽ മീറ്റ് ചെയ്യാമെന്നവൾ എന്നോട് പറഞ്ഞു. വൺ ഐ അറൈവ്ഡ് അറ്റ് ദ കഫേ ഇറ്റ് വാസ് പാക്ഡ്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു കഫേയിൽ ചെന്ന സമയത്ത് അത് വളരെ തിരക്കുള്ളൊരു കഫേ ആയിരുന്നു. പാക്ഡ് എന്ന് പറഞ്ഞാൽ വളരെ ബസിലിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു അത്. ബട്ട് മാഡം ഹാഡ് ടോൾ മീ ഷീ വുഡ് ബി വെയറിങ് എ വൈറ്റ് ജേഴ്സി വിത്ത് ബ്ലൂ സ്ട്രൈപ്സ്. പക്ഷേ ആ മാഡം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് അവൾ? ഷീ വുഡ് ബി വെയറിങ് എ വൈറ്റ് ജേഴ്സി വിത്ത് ബ്ലൂ സ്ട്രൈപ്സ്. അവളൊരു വൈറ്റ് ജേഴ്സിയാണ് ധരിക്കുക, വിത്ത് ബ്ലൂ സ്ട്രൈപ്സ്, നീല വരകളുള്ള ഒരു വൈറ്റ് ജേഴ്സിയാണ് താൻ ധരിക്കുക എന്ന് അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ സ്പോട്ടഡ് ഹെർ ഇമ്മീഡിയറ്റ്ലി. അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ പെട്ടെന്ന് തന്നെ സ്പോട്ട് ചെയ്യാനായിട്ട് സാധിച്ചു, കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു. ഐ ഇൻട്രൊഡ്യൂസ്ഡ് മൈ സെൽഫ് ആൻഡ് ഷോഡ് ഹെർ എ പാർട്ട് ഓഫ് മൈ ബ്രെയിൻ ദാറ്റ് ഹാഡ് ബീൻ ലൈയിങ്. I introduced myself and showed her a part of my brain that had been lying dormant in a folder. അപ്പോൾ എന്നെ ഞാൻ പരിചയപ്പെടുത്തി. ഐ ഇൻട്രൊഡ്യൂസ്ഡ് മൈ സെൽഫ്, ഞാൻ എന്നെക്കുറിച്ച് പറഞ്ഞു. ആൻഡ് ഷോഡ് ഹർ എ പാർട്ട് ഓഫ് മൈ ബ്രെയിൻ ദാറ്റ് ഹാഡ് ബീൻ ലൈങ് ഡോർമെൻറ്റ് ഇൻ എ ഫോൾഡർ. അപ്പോൾ ഒരു ഫോൾഡറിൽ ഉറങ്ങിക്കിടന്നിട്ടുണ്ടായിരുന്ന എൻ്റെ ബ്രെയിൻ്റെ ഒരു പാർട്ട് ഞാൻ അവൾക്ക് കാണിച്ചു കൊടുത്തു. അഥവാ ഞാനിങ്ങനെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, ആ ഒരു കാര്യമൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. ഡോർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇനാക്റ്റീവായിട്ട് ഉറങ്ങിക്കിടക്കുന്ന എൻ്റെ കഴിവുകൾ, എൻ്റെ സ്കില്ലുകളെ ഞാൻ കാണിച്ചു കൊടുത്തു. ദ ഫേമസ് ഡിഗ്രി, അവർ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഫേമസ് ഡിഗ്രി ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തു. ദെൻ ദ വെയിറ്റർ അപ്രോച്ച്ഡ് ഇൻ എ ഫ്രണ്ട്ലി വേ ആൻഡ് ആസ്ക്ഡ്. അപ്പോൾ അവിടുത്തെ വെയിറ്റർ വന്നിട്ട് ഫ്രണ്ട്ലി വേയിൽ ഒരു നല്ല രീതിയിൽ എന്നോട് ചോദിച്ചു,
ആൻഡ് ഫോർ യു മാഡം. അപ്പോൾ ഈ വെയിറ്റർ വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഓർഡർ പറയൂ മാഡം എന്ന് പറയാണ്. ഐ ഓർഡേർഡ് സം കൈൻഡ് ഓഫ് മോക്ടൈൽ തിങ്കിങ് ദാറ്റ്സ് ഫണി വെൻ ദേ വോണ്ട് ടു സെൽ സംതിങ് നാഷണൽ പ്രിഫറൻസ് ഈസ് നൗ ഹിയർ ടു ബി സീൻ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് മാഡം വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഐ ഓർഡേർഡ്, ഞാൻ ഓർഡർ ചെയ്തു, സം കൈൻഡ് ഓഫ് മോക്ടൈൽ, ഞാൻ മോക്ടൈലാണ് ഓർഡർ ചെയ്തത്. മോക്ടൈൽ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു തരം മിക്സ്ചറാണ്, നോൺ ആൽക്കഹോളിക് ആണത്. ഓക്കെ, അത് ആൽക്കഹോളിക് ആയിരിക്കില്ല, പകരം ഇത്തരത്തിൽ ഒരുപാട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു പാനീയം. ഓക്കെ, തിങ്കിങ്, ഞാൻ ആലോചിച്ചു, ദാറ്റ്സ് ഫണി, അതെനിക്ക് വളരെ ഫണ്ണി ആയിട്ട് രസകരമായിട്ട് തോന്നി. വെൻ ദേ വോണ്ട് ടു സെൽ സംതിങ് നാഷണൽ പ്രിഫറൻസ് ഈസ് നൗ ഹിയർ ടു ബി സീൻ. അവർക്ക് എന്തെങ്കിലും വിൽക്കണം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ നാഷണൽ പ്രിഫറൻസും അവരുടെ ദേശീയർക്ക് മുൻഗണനയും നൽകുന്നത് കാണുന്നില്ല. അപ്പോൾ അതെനിക്കൊരു ഫണ്ണായിട്ട് തോന്നി. അതായത് ഈ കറുത്ത വർഗ്ഗക്കാർ, വെളുത്ത വർഗ്ഗക്കാർ, അത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനോ അല്ലെങ്കിൽ സ്വന്തം രാജ്യക്കാർക്ക് മുൻഗണന നൽകുന്നതൊന്നും ഈ പൈസയുടെ കാര്യത്തിലും ലാഭേച്ഛയുടെ കാര്യത്തിലും കാണുന്നില്ലെന്ന് പറയാണ്. അത് രസകരമായിരിക്കുന്നു എന്നാണ് പറയുന്നത്. ദ വെയിറ്റർ ബ്രോട്ട് മൈ ഗ്ലാസ്. അപ്പോൾ വെയിറ്റർ എൻ്റെ ഗ്ലാസ് കൊണ്ടുവന്നു. The woman opposite me examined the piece of paper, then give it back to me saying, I want a European type person. അപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ വുമൺ, അഥവാ ഈ ട്യൂട്ടർ ആവശ്യമുണ്ടെന്ന് പരസ്യം നൽകിയിരുന്ന ഒരു ഫ്രഞ്ച് സ്ത്രീ എൻ്റെ പേപ്പറൊക്കെ നോക്കി പരിശോധിച്ചു. എന്നിട്ട് ദെൻ ഗിവ് ഇറ്റ് ബാക്ക് ടു മീ, എന്നിട്ട് അതെനിക്ക് തിരികെ നൽകി. എന്നിട്ട് പറഞ്ഞു, ഐ വാണ്ട് എ യൂറോപ്യൻ ടൈപ്പ് പേഴ്സൺ. എനിക്കൊരു യൂറോപ്യൻ രീതിയിലുള്ള ഒരാളെയാണ് ആവശ്യം. ലിഫ്റ്റിംഗ് ഹെർ ചിൻ ഇൻ ദി എയർ ഷീ ആഡഡ്. എന്നിട്ട് അവൾ താടി ഇങ്ങനെ ഉയർത്തിയിട്ട് എൻ്റെ അടുത്ത് കൂട്ടിച്ചേർത്ത് എന്നോട് പറഞ്ഞു, ഐ ഡോണ്ട് വാണ്ട് എനി വൺ മെസ്സിങ് അപ്പ് മൈ ചൈൽഡ്സ് എഡ്യൂക്കേഷൻ. എൻ്റെ കുട്ടിയുടെ വിദ്യാഭ്യാസം, എഡ്യൂക്കേഷനെ കുഴപ്പത്തിലാക്കുന്ന ആരെയും എനിക്ക് ആവശ്യമില്ല. മാഡം ഈസ് ഫ്രഞ്ച്, ട്രൂ, ബട്ട് ഹാസൻറ്റ് ഈവൻ പാസ്ഡ് ഹെർ ഡിഗ്രി ആൻഡ് സീംസ് ടു തിങ്ക് ഷീ കുഡ് നോട്ട് ട്യൂട്ടർ ഹെർ ഡോട്ടർ ഹെർസെൽഫ്. ഓക്കെ, അപ്പോൾ ഈ മാഡം എന്താണ്, ഫ്രഞ്ചുകാരിയാണ് സത്യം തന്നെ, പക്ഷേ ഹാസൻറ്റ് ഈവൻ പാസ്ഡ് ഹെർ ഡിഗ്രി, അവൾ അവളുടെ ഡിഗ്രി പോലും പാസ്സായിട്ടില്ല. ആൻഡ് സീംസ് ടു തിങ്ക് ഷീ കുഡ് നോട്ട് ട്യൂട്ടർ ഹെർ ഡോട്ടർ ഹെർസെൽഫ്. അവളുടെ സ്വന്തം കുഞ്ഞിനെ പോലും പഠിപ്പിക്കാനുള്ള യോഗ്യത അല്ലെങ്കിൽ ആ ഒരു കഴിവ് അവൾക്കില്ലെന്ന് തോന്നുന്നു. ഷീ ഈസ് റിഫ്യൂസിങ് മീ വർക്ക് ഓൺ അക്കൗണ്ട് ഓഫ് മൈ ബ്ലാക്ക് ലിപ്സ് വിച്ച് ക്യാൻ ഡ്രോൺ ദ നെസിറ്റീസ് ഓഫ് ഫ്രഞ്ച് ഗ്രാമർ ബെറ്റർ ദാൻ ഹേഴ്സ്. അവളെക്കാൾ നന്നായിട്ട് ഫ്രഞ്ച് ഗ്രാമറിനെ കൈകാര്യം ചെയ്യാനുള്ള, നെസിറ്റീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ട് പ്രൊനൗൺസിയേഷനോട് കൂടി സംസാരിക്കാം. അപ്പോൾ ആ ഒരു കഴിവിനെ, അവളെക്കാൾ നന്നായിട്ട് സംസാരിക്കാനുള്ള എൻ്റെ കഴിവിനെ, ഡ്രോൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുക. അപ്പോൾ അത്തരത്തിൽ എനിക്ക് അവളെക്കാൾ നല്ല രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫ്രഞ്ച് സംസാരിക്കാനുള്ള കഴിവിനെ എൻ്റെ ബ്ലാക്ക് ലിപ്സ് കാരണം അവൾ നിഷേധിച്ചു. എൻ്റെ കറുത്ത ചുണ്ടുകൾ കാരണമാണ് അവളത് നിഷേധിക്കുന്നത്. Pouring mocktail on top of my rage, I stand up and leave her with this parting shot. ഞാൻ എൻ്റെ കോപത്തിൻ്റെ മുകളിൽ, റേജ് എന്ന് പറഞ്ഞാൽ ദേഷ്യം, ദേഷ്യത്തിൻ്റെ മുകളിൽ മോക്ടെയിൽ ഒഴിച്ചുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് നിന്ന് അവിടെ നിന്ന് പോകാൻ ഒരുങ്ങി വിത്ത് ദിസ് പാർട്ടിംഗ് ഷോട്ട്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, ഗുഡ് ബൈ മാഡം, ഇഫ് യു ഹാഡ് വാട്ട് ഐ ഹാവ് ബിറ്റ്വീൻ മൈ ഇയേഴ്സ് യു വുഡൻറ്റ് ബി വർക്കിംഗ് ആസ് എ സൂപ്പർ മാർക്കറ്റ് കാഷ്യർ. ഗുഡ് ബൈ മാഡം, നിങ്ങൾക്കുണ്ടായെന്നുണ്ടെങ്കിൽ വാട്ട് ഐ ഹാവ് ബിറ്റ്വീൻ മൈ ഇയേഴ്സ്, എൻ്റെ ചെവികൾക്കിടയിലുള്ള കാര്യം നിങ്ങൾക്കുണ്ടായിരുന്നു എങ്കിൽ യു വുഡൻറ്റ് ബി വർക്കിംഗ് ആസ് എ സൂപ്പർ മാർക്കറ്റ് കാഷ്യർ, നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിലെ കാഷ്യറായിട്ട് വർക്ക് ചെയ്യില്ലായിരുന്നു. എന്താണ് അവരുടെ ചെവികൾക്കിടയിലുള്ളത്? അവരുടെ ബുദ്ധി, എഡ്യൂക്കേഷനൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ കാര്യം നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു സൂപ്പർ മാർക്കറ്റ് കാഷ്യറായിട്ട് വർക്ക് ചെയ്യേണ്ടി വരില്ലായിരുന്നു. കം ബാക്ക്, ഷീ ക്രൈസ്, യു ഹാവൻ പെയ്ഡ് ഫോർ യുവർ ഡ്രിങ്ക്. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നമ്മുടെ നായിക കഫേയിൽ നിന്നും ഇറങ്ങി പോരുന്ന സമയത്ത് ആ ഒരു ഫ്രഞ്ചുകാരി അലറി വിളിക്കുകയാണ്, തിരിച്ചു വാ എന്ന് പറയാണ്. യു ഹാവൻ പെയ്ഡ് ഫോർ യുവർ ഡ്രിങ്ക്, നീ ഓർഡർ ചെയ്തിട്ടുള്ള ഈ പാനീയത്തിൻ്റെ ബില്ല് നീ പേ ചെയ്തിട്ടില്ല എന്ന് പറയാണ്. നോ, ഐ സേ റൈലി, ഇല്ല, ഞാൻ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. റൈലി എന്ന് പറഞ്ഞാൽ പരിഹസിച്ചിട്ട് കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ദ പ്ലഷേഴ്സ് ഓൾ യൂസ് മാഡം, സന്തോഷമൊക്കെ നിങ്ങൾക്ക് ഇരിക്കട്ടെ മാഡം എന്ന് പറയാണ്. തിങ്ക് ഓഫ് ദറ്റ് ആസ് ട്രാവൽ എക്സ്പെൻസസ്, ഇതെൻ്റെ യാത്രാ ചിലവായിട്ട് കരുതിക്കോളൂ എന്ന് പറയാണ്. ബീങ് എ കാഷ്യർ യു വിൽ നോ that everything must be paid for, even the services of coloreds as you call us. അപ്പോൾ ഒരു കാഷ്യർ എന്നുള്ള നിലക്ക് നിങ്ങൾക്കറിയാം എല്ലാ കാര്യങ്ങൾക്കും എന്തുണ്ട്, നമ്മൾ പേ ചെയ്യണം. എവറിത്തിങ് മസ്റ്റ് ബി പെയ്ഡ് ഫോർ, എല്ലാത്തിനും നമ്മൾ പേയ്മെൻറ്റ് നൽകണം. ഈവൻ ദ സർവീസസ് ഓഫ് കളേർഡ്സ് ആസ് യു കോൾ അസ്, ആർക്ക് പോലും, കളേർഡ്സ് നിങ്ങൾ വിളിക്കുന്ന ഞങ്ങൾക്ക് പോലും നിങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങളുടെ സർവീസിനും നിങ്ങൾ പേ ചെയ്യണം. അതായത് ഞാൻ അവിടെ നിന്ന് ഇത്രയും ദൂരം വന്നിട്ടാണ് നിങ്ങളുമായിട്ട് ഈ ഒരു മീറ്റിങ്ങിന് പങ്കെടുത്തത്. അപ്പോൾ എൻ്റെ ആ ഒരു യാത്ര ചിലവായിട്ട് നിങ്ങൾ കൂട്ടിക്കോളൂ, ആ ഒരു സർവീസിനും നിങ്ങൾ പേ ചെയ്യണം. നിങ്ങളൊരു കാഷ്യർ ആണല്ലോ, അത് നിങ്ങൾക്ക് എന്തായാലും അറിയണം എന്നാണ് പറയുന്നത്. ഐ ഹേർഡ് ദ കാഷ്യർ യെൽ, ആ ഒരു കാഷ്യറുടെ
അലർച്ച ഞാൻ കേട്ടു. ഗോ ബാക്ക് ടു യുവർ ജംഗിൾ. എന്നിട്ട് അവൾ ഇങ്ങനെ പറയാണ്, നീ നിൻ്റെ കാട്ടിലേക്ക് തിരിച്ചു പോകൂ എന്ന് പറയണം. ഇത് ഒരു എന്താ പറയുക, ഭയങ്കര ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന ഒരു വാക്കാണ്. നീ നിൻ്റെ കാട്ടിലേക്ക് തിരിച്ചു പോകുക. ഒരു കാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളായിട്ടാണ് നായികയെ ഇവിടെ സൂചിപ്പിക്കുന്നത്. മൈ മദർ ഇൻ ലോ ഹാഡ് ഷൗട്ടഡ് എക്സാക്ട്ലി ദ സെയിം ഫ്രേസ് അറ്റ് മീ. എൻ്റെ മദർ ഇൻ ലോ, എൻ്റെ അമ്മായിമ്മയും ഇതേപോലെ തന്നെയാണ് എന്നെ ഷൗട്ട് ചെയ്തത്, എന്നോട് ഒച്ച വയ്ക്കാറുണ്ടായിരുന്നത്. എക്സാക്ട്ലി ദ സെയിം ഫ്രേസ് അറ്റ് മീ. ഇതേ കാര്യം തന്നെയാണ് അവരും എൻ്റെ അടുത്ത് പറയാറുണ്ടായിരുന്നത്. നീ നിൻ്റെ കാട്ടിലേക്ക് തിരിച്ചു പോകൂ എന്ന് തന്നെയാണ് അവരും എൻ്റെ അടുത്ത് പറയാറുള്ളത്. യു ഷുഡ് കം വിത്ത് മീ ഫോർ ദ ഫ്രഷ് എയർ ഇൻ ദ ജംഗിൾ, ഐ റിട്ടോർട്ടഡ്. അപ്പോൾ ഈ സെനീഗലുകാരിയായിട്ടുള്ള നമ്മുടെ കഥാനായിക തിരിച്ചു പറയുകയാണ്, നിങ്ങൾക്കും എൻ്റെ കൂടെ കാട്ടിലേക്ക് വരാം, ഫോർ ദ ഫ്രഷ് എയർ, അവിടുത്തെ ശുദ്ധമായി കിട്ടാൻ വേണ്ടി. ഇറ്റ്സ് റിവിറ്റലൈസിങ് ആൻഡ് വുഡ് സേവ് യു എ ഫേസ് ലിഫ്റ്റ്. ഇത് റിവിറ്റലൈസ് ചെയ്യുന്നതാണ്, അഥവാ നിങ്ങൾക്കത് നല്ല എനർജി നൽകും, നിങ്ങൾക്ക് നല്ല ഊർജ്ജം നൽകും. ആൻഡ് വുഡ് സേവ് യു എ ഫേസ് ലിഫ്റ്റ്, നിങ്ങളുടെ മുഖഭംഗി അത് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഫേസ് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിൻ്റെ അപ്പിയറൻസ് ബ്രൈറ്റ് ആക്കുന്ന ഒരു പ്രൊസീജിയറാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കാട്ടിൽ നിന്ന് കിട്ടുമെന്ന് കളിയാക്കിക്കൊണ്ട് പറയാണ്. ഷി സാറ്റ് ദെയർ മട്ടറിങ് ഷി വാസ് കെയർലെറ്റ്. അപ്പോൾ ഈ ഫ്രഞ്ചുകാരി അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ മട്ടർ ചെയ്യായിരുന്നു, എന്തൊക്കെ ഇങ്ങനെ പിറുപിറുത്തുകൊണ്ടിരിക്കുന്നു. ഷി വാസ് കെയർലെറ്റ്, അവൾ ദേഷ്യം കൊണ്ട് ഇങ്ങനെ മുഖം ചുവന്നിരുന്നു. ഇൻസൈഡ് ഐ താങ്ക്ഡ് ഗോഡ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്തിരുന്നു, ദൈവത്തിന് നന്ദി പറയുമായിരുന്നു. എന്തിന്? ഫോർ നോട്ട് അഫ്ലിക്റ്റിംഗ് മീ വിത്ത് ദാറ്റ് പെർട്ടിക്കുലർ മാർക്ക് ഓഫ് എംബാരസ്മെൻറ്റ് ഓർ ആങ്കർ. എന്തുകൊണ്ടാണ് നന്ദി പറയുന്നത്? ഇത്തരത്തിൽ എനിക്ക് ദേഷ്യം വരുന്ന സമയത്തും എംബാരസ്മെൻറ്റ്, നാണക്കേടുണ്ടാകുന്ന സമയത്തൊന്നും ദൈവം എനിക്ക് എന്ത് ചെയ്യുന്നില്ല, അത്തരത്തിലുള്ളൊരു പർട്ടിക്കുലർ മാർക്ക് നൽകുന്നില്ല. അതിന് ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞു. മൈ സ്കിൻ അറ്റ് ലീസ്റ്റ് ഓൾവേസ് കീപ്സ് ഇറ്റ്സ് ഡിഗ്നിറ്റി. എൻ്റെ ഈ ബ്രൗൺ സ്കിൻ എന്ത് ചെയ്യുന്നു, ഏറ്റവും ചുരുങ്ങിയത് അതെന്ത് ചെയ്യുന്നു, അതിൻ്റെ ഡിഗ്നിറ്റി, അതിൻ്റെ ഗുണം, അതിൻ്റെ മാന്യത അത് കാണിക്കുന്നു. ഇത്തരത്തിലുള്ള മാർക്കൊന്നും അതെനിക്ക് നൽകുന്നില്ല എന്ന് പറയാണ്. അഭിമാനത്തോട് കൂടിയിട്ടാണ് അവിടെ അങ്ങനെ പറയുന്നത്. ഗുഡ് റിഡൻസ് മാഡം, ഒഴിവായതിൽ സന്തോഷം മാഡം എന്നവൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോവാണ്. ദാറ്റ് ഈവനിങ് ഐ കോൾഡ് എ ഫ്രണ്ട് ഫ്രം കോളേജ്, എ റിയൽ വൈറ്റ് ഗേൾ. അന്ന് വൈകിട്ട് ഞാൻ എൻ്റെ കോളേജിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഞാൻ എൻ്റെ സുഹൃത്തിനെ വിളിച്ചു. എ റിയൽ വൈറ്റ് ഗേൾ, അവൾ ശരിക്കും ഒരു വൈറ്റ് ഗേൾ ആണ്, ഒരു ഫ്രഞ്ചുകാരിയാണ്. ഷി വാസ് ലുക്കിംഗ് ഫോർ സം പാർട്ട് ടൈം വർക്ക് വൈൽ ഷീ ഡിഡ് ഹർ ഡിഗ്രി. അവൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, അവളുടെ ഡിഗ്രിയുടെ സമയത്ത് ഒരു പാർട്ട് ടൈം ജോലി കിട്ടുമോ എന്ന് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഐ ഗേവ് ഹർ ദ ക്യാഷ്യർസ് നമ്പർ. അപ്പോൾ ഞാൻ അവൾക്ക് ഈ ക്യാഷ്യറുടെ നമ്പർ നൽകി. ദ നെക്സ്റ്റ് ഈവനിങ് her happy voice rang out of my answering machine. അങ്ങനെ പിറ്റേ ദിവസം ഈവനിങ് അവളുടെ ഒരു സന്തോഷത്തോടു കൂടിയുള്ള വാർത്ത, ആ ഒരു സന്തോഷത്തോടു കൂടിയുള്ള അവളുടെ വോയിസ് റാങ് ഔട്ട് ഓഫ് മൈ ആൻസറിങ് മെഷീൻ. എൻ്റെ ഫോണിൽ, ആൻസറിങ് മെഷീൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മൊബൈൽ ഫോൺ എന്നാണ് അർത്ഥം, മൊബൈൽ ഫോണിൽ മുഴങ്ങി. താങ്ക്സ് ഫോർ ദ ടിപ്പ്. ഈ ഒരു അവസരം എനിക്ക് തന്നതിന് നന്ദി എന്നായിരുന്നു ആ ഒരു കോളിൽ ആ ഒരു ഫ്രണ്ട് പറഞ്ഞത്. ഐ സ്റ്റാർട്ടഡ് വർക്ക് ഫോർ ദാറ്റ് ലേഡി ദിസ് മോർണിംഗ്. ഞാൻ ഇന്ന് രാവിലെയാണ് വർക്കിന് ജോയിൻ ചെയ്തത് എന്ന് അവർ പറഞ്ഞു. ബട്ട് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ഷീ ഹാസ് എ നെയ്ബർ ഹു വാസ് ലുക്കിംഗ് ഫോർ എ ക്ലീനർ. അപ്പോൾ ആ സുഹൃത്ത് ഇവരോട് പറയാണ്, നീ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു നെയ്ബറുണ്ട്, അവരെന്താണ് ഒരു ക്ലീനറിന് വേണ്ടി അന്വേഷിക്കുന്നുണ്ട്, അപ്പോൾ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാമെന്ന് ഈ സുഹൃത്ത് ഇവരുടെ അടുത്ത് പറയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഈ കറുത്ത വർഗ്ഗക്കാരി ആയി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇവർക്ക് ഒരുപാട് അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നത്. അറ്റ്ലീസ്റ്റ് ബേക്കറിയിൽ പോലും അവർക്ക് വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടുന്നില്ല. കാരണം എന്താണ്, അവരൊരു ബ്രൗൺ കളറുള്ള ലേഡി ആയി എന്നുള്ളത് കൊണ്ടും അവരുടെ നിറത്തിൻ്റെ പേരിലൊക്കെയാണ്. ഇതേപോലെ ഇവരുടെ സെയിം എഡ്യൂക്കേഷനുള്ള അവരുടെ ഒരു ഫ്രഞ്ച് കൂട്ടുകാരിക്ക് അവർക്ക് നിഷേധിക്കപ്പെട്ട ജോലി ലഭിക്കുകയും ചെയ്തു. ഇവിടെ നമുക്ക് കറക്റ്റ് കളർ ഡിസ്ക്രിമിനേഷനും അതിൻ്റെ പേരിൽ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.